ആ, ഇന്നെന്താ എൻ്റെ മക്കള് പ്രാർത്ഥിച്ച്? പപ്പ പറയാറുള്ളത് പോലെ ഞങ്ങളെപ്പോലെ ആരുമില്ലാത്തവർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. അപ്പോ ശാലുമോളോ? ഇന്ന് അമ്മൂന്റെ പെരുന്നാളല്ലേ പാപ്പ, അടുത്ത പെരുന്നാൾ ആവുമ്പോഴേക്കും അമ്മൂന് കണ്ണ് കാണണെന്നാ പ്രാർത്ഥിച്ചത്. അമ്മുവോ? ഞാൻ പപ്പയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ പപ്പയ്ക്ക്? ലോലാമാമിയുടെ തല്ല് കൊള്ളാണ്ടാന്നാ. ലോലാമാമിയോ? അതാരാ മക്കളെ? പപ്പ, അത് കൊച്ചൂട്ടിന് അലമേലും അക്കാൾക്കിട്ട പേരാ. നീ ആത്തുക്ക് വാടാ, ഒന്നെ ഞാൻ പാക്കറേ. എടാ ഭയങ്കര. അപ്പൊ പിന്നെ എനിക്കെന്തൊക്കെ പേരാണ് ഇട്ടിരിക്കുന്നത്? അതേ വേണ്ടടി, ഞാൻ പറയൂല. ആ ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. വരീൻ മക്കളെ, നമുക്ക് പോവാം. രാജേട്ടാ, സൗഭാഗ്യം ഒന്ന് എടുക്കട്ടെ. ആ സൗഭാഗ്യോ എന്നാ താ, നിന്നെ ഈ വഴി കാണാറില്ലല്ലോ. ഇപ്പോ സർക്കാർ ഇപ്പൊ ലോട്ടറിയിൽ കത്രി വെച്ചുകൊണ്ട് ഈ പണിയിൽ വലിയ മെച്ചമൊന്നുമില്ല. എന്നാലും ലോട്ടറി അല്ലേ, എപ്പോഴെങ്കിലും ഭാഗ്യദേവത കടാക്ഷിക്കുന്നുള്ള പ്രതീക്ഷയിലാ. പിന്നെ ചന്ദ്രപ്പ, ഞാനെന്ന് പറഞ്ഞ വീടിന്റെ കാര്യം എന്തായി? 1-2 ഉണ്ട്, പക്ഷെ അത് ആ ഏരിയ രാജേട്ടിന് ശരിയാവില്ല. നല്ലത് വരുമ്പോ പറയാം. ഇത്തിരി ധൃതിയുണ്ട്. അശ്വതി മണ്ഡപത്തിൽ 11 മണിക്ക് എത്തണേ, അവിടെ ഇത്തിരി പണിയുണ്ട്. എന്നാ ഞാൻ വിട്ടോട്ടെ. ശരി ശരി. ചന്ദ്രു നിൽടാ. ഇതിൽ ഏതാവത് അടിച്ചിരിക്കാൻ നോക്കിപ്പാரு. அடிச்சல சுப்பிரமணி, அப்படியா கடவுளே, என் ராசாமணிக்கு அழகான ஒரு கோல்டு செயின் வாங்கி போடணும். സന്ദ്രു, ഇത് എന്ത് ബാങ്കിൽ മാറ്റില്ലാണ്ടാ? എവിടെയും പോണ്ട സുബ്രു, ഞാൻ തരാൻ പണം. അവള് പണം ഉങ്കിട്ട് ഇരിക്കോ ഇരിക്ക്. വേണ്ടാ, ഇവളിപ്പോ താനാ. പിന്നെ അവസാനത്തെ ഒറ്റ നമ്പറിന് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ് ചൂപ്രമണി? ചന്ദ്രു നില്ലടാ. ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെ അമ്മൂന്റെ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോവാൻ കൂടി വന്നില്ല. വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മ, ഞങ്ങള് റെഡി. ഇനി അമ്മൂന്റെ അച്ഛൻ വന്നാൽ നമുക്ക് കേക്ക് മുറിക്കാം. ഹായ്, ഒരു വണ്ടിയുടെ ശബ്ദം. അമ്മു, അത് അമ്മൂന്റെ അച്ഛനായിരിക്കും. അച്ഛാ, അമ്മു, അത് അച്ഛനല്ല. എടേ ഇവിടെ വാ. എന്നയ്യാ, ഞാൻ ഉൻ പൊണ്ടാട്ടിയാ? വാടി പോടിന്ന് കൂപ്പുറത്തേക്ക്. നിന്നെ കാണുമ്പോ എന്റെ പൊണ്ടാട്ടിയെ ഇരുത്തിയ കൊള്ളാന്നുണ്ട്. மூஞ்சிக்கு இது தேவையா? திருட்டு ராஸ்கல். நான் யாருன்னு தெரியுமோ? திண்டுக்கல் அலமேலு. ஓ வேலையில என்கிட்ட வச்சுக்காத, செருப்பு பிஞ்சிடும். എടേ, നിന്നെ പോലെ സാമ്പാറും പുളിശ്ശേരിയൊന്നല്ല, നല്ല വെടിയിറച്ചിയാ. டேய் ஏம்போக்கி, உனக்கு வேற வேலை இல்லையா? போடா, போய் வேலையை பாரு. എടീ, ഞാൻ നിന്നെ. രാമഭദ്ര, എന്താ ഇത്? അലമേലു, നീ അകത്ത് പോ. സ്വാമി വരണം.
സാക്ഷാൽ ഈശ്വരൻ അകത്തന്നുണ്ടായിരുന്നോ? എന്തേ ഇറങ്ങി വരാതിരുന്നേ? വെറുതെ രാമഭദ്രന് പണിയുണ്ടാക്കല്ലേ. വരൂ, ഇരിക്കാം, നമുക്ക് സംസാരിക്കാം. ഇരിക്കാലോ, ഞാനിവിടെ സ്ഥിരമായിട്ടിരിക്കാം. അതിന് താനും തന്റെ ഈ തെണ്ടിപ്പിള്ളരും ഇവിടെ നിന്ന് ഇറങ്ങി തരണ്ടേ? തൻ്റെ അച്ഛൻ കൈമൾ. അതെ, അച്ഛനൊരു അബദ്ധം പറ്റി. നാടിന്റെ കണ്ണായ ഈ സ്ഥലത്ത് വാടകയില്ലാതെ കുറേണത്തിൽ താമസിപ്പിച്ചു. അങ്ങയുടെ ഒരു മനുഷ്യ സ്നേഹം. പക്ഷേ രാമഭദ്രൻ ആള് മാറി. ഒരാഴ്ച സമയം ഞാൻ തരും. അത് കഴിഞ്ഞാൽ கடவுளே, எவ்வளோ இடி எங்கெல்லாமோ விழுது. இவன் தலையில ஒண்ணு விழப்படாதா? അലമേലു, വേണ്ട, വിട്ടുകള. എല്ലാം സർവേശ്വരൻ നോക്കും. അപ്പോ ആനനെ കാണാൻ നല്ല ചന്തമല്ലേ കൊച്ചൂട്ടാ? പിന്നെ ആനയ്ക്ക് നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാമരവും മുത്തുക്കുടയും ഒക്കെ ചൂടി ഇങ്ങനെ എഴുന്നള്ളത് കാണാൻ എന്ത് രസാണെന്നറിയോ? അല്ലേ മാളൂട്ടി? പിന്നെ കണ്ണില്ലാത്ത ഞാൻ എങ്ങനെ കാണാനാ? എന്നാലും കൊച്ചൂട്ടൻ പറയുമ്പോ എല്ലാം മനസ്സിൽ കാണുന്നുണ്ട്. അമ്മ, അമ്മുന്റെ അച്ഛൻ വരുന്നുണ്ട്. ഹായ് അച്ഛൻ. അമ്മുന്റെ അച്ഛന്റെ കയ്യില് മിഠായി ഉണ്ടെന്നാ തോന്നണേ. മക്കളെ, മോളെ, അമ്മു. ഇല്ല, അച്ഛനോട് പിണക്ക. എന്തിനാ മക്കളെ? അമ്മുന്റെ പിറന്നാളിന് വരാന്ന് പറഞ്ഞു പോയതല്ലേ. അച്ഛൻ അവിടെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു മോളെ. ദേ നോക്ക്, അച്ഛൻ മോൾക്ക് വളയും മാലയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? എവിടെ? സിന്ധുവിനും മിനിക്കും ഒക്കെ കൊടുക്കണം കേട്ടോ. ഉം. കൊച്ചൂട്ടാ, നിനക്കുണ്ടോ ഒരു കൂട്ടം? എന്നാ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ആ. இல்லைங்க, தெரியாம தான் கேக்குறேன். சாமியும் சந்திரன் என்னதான் நினைச்சிட்டு இருக்கீங்க? மாசம் 4 ஆயிடுச்சு. അയ്യോ, ചതിച്ചോ ഭഗവതി? കണ്ടിട്ട് ലക്ഷണമൊന്നും തോന്നുന്നില്ലല്ലോ. என்ன லட்சணமா? வாய்க்கு வந்தபடி ஏதாவது சொன்னா நான் சம்பளத்தோட காரியமாக சொன்னது. அந்த சாமி கிட்ட சொல்லி பிரயோஜனம் இல்ல. சந்துரு அண்ணா வழியில போறோம் வரவெல்லாம் என்ன பிடிக்க ஆரம்பிச்சிட்டான். അതാണോ കാര്യം? உங்களுக்கு அது பிரச்சனை இல்லையா? போகட்டும். இவங்களுக்கெல்லாம் வேலை ஏதாவது சாப்பிட கொடுக்கணும் இல்லையா? கடன் தரவன் இனி ஒன்னும் தரமாட்டேன்னு சொல்லிட்டான். ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് മാമി. ഇനി ധൈര്യമായിട്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോ. അലമേലു മാമിയുടെ ഇതുവരെയുള്ള ശമ്പളം മുഴുവൻ ഞാൻ തരും. എന്താ, സന്തോഷമായില്ലേ? എന്നാ വിട്ടോ, വണ്ടി വിട്ടോ. പിന്നെ അമ്മുന്റെ അച്ഛനൊരു കാര്യം അറിഞ്ഞോ? എന്താ മോനെ? ഇവിടെ എപ്പോഴും വരാറില്ല ഒരു കരിമ്പൂതം. അയാൾ ഇവിടെ വന്ന് പപ്പയും ലോലാമാമിയും ഞങ്ങളെ ഒക്കെ പേടിപ്പിച്ചു. ഇനിയും വരുമത്രേ ആ ഉണ്ടക്കണ്ണൻ. വരുവോ അമ്മുന്റെ അച്ഛ? ഇല്ല മക്കളെ, നിങ്ങളെ പേടിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല. പോരെ? ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രപ്പനോട്, എവിടെയെങ്കിലും പോണെങ്കിൽ പറഞ്ഞിട്ട് പോണെന്ന്. നല്ലൊരു ദിവസമായിട്ട് ഞാനൊന്നും പറയണില്ല. പെട്ടെന്ന് ട്രിപ്പ് കിട്ടിയോണ്ടാ. പിന്നെ വണ്ടിയുടെ ഡ്യൂ അടയ്ക്കാൻ പണം വേണ്ടേ? ആഹാ, മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അവിടെ നിങ്ങളുടെ മാമി അന്വേഷിക്കുന്നുണ്ട്. എല്ലാരും പോയി എന്താന്ന് ചോദിക്കുക. ഓ, ചെല്ല് ചെല്ലു മോളെ. ഇന്നലെ ഡോക്ടർ വസന്തി ഇവിടെ വന്നിരുന്നു. അമ്മുവിൻ്റെ കണ്ണോപ്പറേഷൻ്റെ കാര്യം അവർ റെഡിയാണത്രേ. ഉടൻ മധുരയിൽ കൊണ്ടുപോകണമെന്നാ പറഞ്ഞത്. എല്ലാം ഇതിനിടയിൽ വേണോ?
ഒരു കണ്ണ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ വേണ്ട സ്വാമി, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മതി. ഷേ, നിനക്ക് സ്വന്തം കാര്യം നിസാരം. അവളുടെ ഭാവി നോക്കണ്ടേ? ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടക്കും. അതുപോലെയാണ് അമ്മൂന്റെ കാഴ്ച. ഞാൻ ഡോക്ടറെ കാണാൻ സ്വാമി. ആ പിന്നെ രാമഭദ്രൻ ഇന്നലെ ചില സീനൊക്കെ ഉണ്ടാക്കി. അത് പതിവല്ലേ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ അമ്മൂന്റെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കും. സ്വാമി, ഇത് രാമഭദ്രന് കൊടുക്കണം. കാശ് കണ്ട അയാൾ കുറച്ചു ദിവസം മിണ്ടില്ല. ഇതുപോലൊരു വീട് കിട്ടണമെങ്കിൽ എല്ലാം സർവേശ്വരൻ വേണ്ട സമയത്ത് ശരിയാക്കി തരും. ആ ഒരു പ്രതീക്ഷയുള്ളൂ. വാ, നമുക്ക് നടക്കാം. டேய் சந்துரு, நீ இன்னைக்கு போஸ்ட் ஆஃபீஸ் போறால? நேக்கு ஏதாவது கடிதம் இருக்கா பாரட்டியா? தனிக்கு யாரு கடிதம் வைக்கானோடோ சுப்ரு? ஏன்டா அப்படி சொல்றேன்? என் பொண்டாட்டி ரசாமணி இல்லையா? அவளோட கடிதம் ഞാൻ എതിർപാർത്ത് കൊണ്ടിരിക്കேன். അവള് വല്ലവന്റെയും കൂടെ ഓടിപ്പോയിട്ടുണ്ടാവും ചുപ്രു. கடவுளே, அப்படி சொல்லாதடா. ராசாமணி എന്നെ ഉയരാക്കും. അവൾ പോണാ ഉയരേ വിട്ടുവാൻ. ആ, നീ ചാവൊന്നും വേണ്ട, ഞാൻ തമാശ പറഞ്ഞതാ. കടിതം വരും, വന്താൽ തരും. സുബ്രു, ഇനി നിന്നാലേ കരുണാലയത്തിൽ അരി വേവില്ല. ഞാൻ വിടുന്നു. ஏய் சந்துரு, கொஞ்சம் நில்லு. ரொம்ப நாளா உங்ககிட்ட ஒன்று கேட்கணும்னு நினச்சிட்டு இருக்கேன். എന്താ സുബ്രു? என் லைஃபை பாரு. 3 பொண்டாட்டி இருந்தும் எனக்கு பாசம் கிடைக்கல. அதுதான் பார்த்தது எங்கே தெரியுமா? கருணாலயத்தில். அதனால அந்த பாசம் அனுபவிக்கணும்னு எனக்கு ஆசை இருக்கு. அங்கேருந்து ஒரு குழந்தை தர முடியுமா? ഉനക്ക് എന്നെ വേണം തരാൻ. പട്ടിണിയും പരിവട്ടവും ഒക്കെ ആണെങ്കിലും കരുണാലയത്തിന്റെ മക്കളെ എന്റെ ജീവനാ. അവരെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും. ആ, ഞാൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്. താൻ നാളെ എന്നെ ഓഫീസിൽ വന്ന് കാണ്. ഓക്കെ? ആ, ചന്ദ്രപ്പൻ ആദ്യം വന്ന കാര്യം പറഞ്ഞില്ല. ഞങ്ങൾക്ക് സാറിന്റെ ഒരു സഹായം വേണം. ഒരു ധർമ്മസ്ഥാപനത്തിന്റെ നെടുതുലായ തനിക്ക് ഈ മലമൂട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റായ ഞാനെന്ത് സഹായം ചെയ്യാനാ? കരുണാലയത്തിന്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാ അവിടെ വന്ന് സ്ഥലത്തിന്റെ ഉടമസ്ഥൻ രാമഭദ്രൻ പലതവണയായി കുട്ടികളെയും സാമജിയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിന് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്റെ കുടുംബപരമായി കിട്ടിയ സ്വത്ത് കൈവിടാൻ ആർക്കാ മനസ്സ് വരിക? ഞങ്ങൾക്ക് അയാളുടെ സ്വത്തും പണമൊന്നും വേണ്ട. വേറെ സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. അതുവരെ അവിടെ താമസിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു. ഇതിലിപ്പോ എനിക്ക് എന്താ റോൾ? പ്രസിഡന്റ് ആദ്യം ഇക്കാര്യം രാമവതിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഈ സ്ഥാപനം തുടങ്ങുന്നതിനും അതിന്റെ നടത്തിപ്പിനും പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞാനുമായി നിങ്ങൾ ഒരു കാര്യത്തിനും ബന്ധപ്പെട്ടിട്ടില്ല. ഓ, പലതവണ ഞങ്ങൾ പ്രസിഡന്റിനെ കാണാൻ വന്നിരുന്നു. അന്നെല്ലാം ഓരോ കാര്യം പറഞ്ഞ് പ്രസിഡന്റ് പറഞ്ഞയക്കായിരുന്നു. അതെ, ധർമ്മസ്ഥാപനത്തിന്റെ നടത്തിപ്പിന്റെ വലിയൊരു ബാധ്യതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ പഴം പുരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാമഭദ്രൻ കാശും സ്വാധീനമുള്ള ആളായതുകൊണ്ട് ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്നതിലും ഭേദം അയാളുടെ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കല്ലേ നല്ലത്. എന്നാ എന്റെ നല്ലൊരു അഭിപ്രായം പറയാം. കാണാൻ കൊള്ളാവുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ കരുണാലയത്തിൽ. കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും ഓരോന്നിനും വിട്ടുകൊടുക്കണം. ഞാൻ വേണം ഏർപ്പാട് ചെയ്യാൻ. ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. രാമഭദ്രന്റെ ശല്യം ഇനി കരുണാലയത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും പ്രസിഡന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ആ സ്ഥലം ഒഴിഞ്ഞു കൊടുത്താൽ മതി. രാമഭദ്രന്റെ ശല്യം തീരും, അത്ര തന്നെ. പ്രസിഡന്റേ, ഇതൊരു ന്യായമാണോ? താൻ എന്നെ ന്യായൊന്നും പഠിപ്പിക്കണ്ട. എന്ത്, എപ്പോ, എവിടെ വെച്ച് ചെയ്യണമെന്ന് എനിക്കറിയാം. ചന്ദ്രേട്ടാ, ഇനിയുടെ എന്നാ ചിലപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാ പ്രസിഡന്റേ, ഞങ്ങൾ ഇറങ്ങുന്നു. ആ, ചെല്ല് ചെല്ല്. ഹലോ, രാമഭദ്രനല്ലേ? സ്വാമി, ആ പ്രസിഡന്റ് രാമഭദ്രന്റെ കൂടെയാ. അതങ്ങനെയില്ലേ ഒരു
നമ്മുടെ കൂടെ വന്ന അയാൾക്ക് എന്ത് മെച്ചാ കിട്ടുക? ഇനിയിപ്പോൾ എന്താ ഒരു മാർഗം? കുറേ പേര് ചില കുട്ടികളെ ദത്തെടുക്കണമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചിരുന്നു. സ്വാമി എന്ത് പറഞ്ഞു? അങ്ങനെ ചെയ്താ ബാക്കിയുള്ള കുട്ടികളുടെ മനസ്സുകൂടെ വിഷമിക്കും. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. നന്നായി സ്വാമി. അവറ്റകളുടെ വേദന കാണാൻ എനിക്ക് വയ്യ. യേശുവിനെ സഹായിക്കും. சாமி എന്താ അലമേലു, എന്തു പറ്റി? சாமி நம்ம சாலு மினி பசங்களை எங்கேயும் காணோம். പുറകുവശത്ത് എവിടെയും കളിച്ചോണ്ടിരിക്കണ്ടാവും. இல்ல சந்துருவண்ணா, நான் எல்லா இடத்துல சுத்தி பார்த்தேன், காணோம். വാ നമുക്ക് നോക്കാം. എവിടെ പോയാവോ ഈ കുട്ടികള്? மினிமா, சாலுவம்மா, ஷோ, இவங்க எங்க போய் கிடக்குறாங்க? மினிமா, மினிமா, சாலுவம்மா, ஷோ. மினிமா, ശാലുമോളെ, മിനിമോളെ, மினிமா, മിനിക്കുട്ടി, மினிமா, മിനിമോളെ, ശാലുമോളെ, சாலுவம்மா, ശാലുമോളെ, மினிமா, ഈ കുട്ടികൾ എവിടെ പോയി കിടക്ക? மினிமா, മിനിമോളെ, சாலுவம்மா, മക്കളെ, எங்கதான் இருக்கிறாங்க இவங்க? மினிமா, ശാലുമോളെ. ഈ മിസ്സിംഗ് കേസിൽ മൂർത്തി സ്വാമിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഐ മീൻ, ഞാനിപ്പോ ആരെ സംശയിക്കുക? 10-20 കൊല്ലായി കരുണാലയം തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ സംഭവം. അതുകൊണ്ട് ഒരു മനപ്രയാസം. ഇവിടെ ജോലിക്കാരായിട്ട് എത്ര പേരുണ്ട്? പെർമനന്റ് ഓർ ടെമ്പററി? സ്ഥിരം ജോലിക്കാരായി പണ്ടും ആരും ഉണ്ടായിരുന്നില്ല. ഓരോ സാഹചര്യം കൊണ്ട് ഗതിയില്ലാണ്ട് വരുന്നവരാ ഇവിടെ വന്നവരിലധികവും. ഇപ്പോൾ ഒരാളേ ഉള്ളൂ. ഇതാരുടെ ഈ ബിൽഡിംഗ്? സ്വാതന്ത്ര്യ സമര സേനാനി ഭാസ്കർ കൈമളുടെയാ. ഇപ്പൊ മകൻ രാമഭദ്രന്റെ ചുമതലയില്ല. അപ്പോ റെന്റഡ് ബിൽഡിംഗ് ആണല്ലേ? ഇഷ്ടദാനമായിട്ട് തന്നതാ. കൈമള് മരിച്ചതിൽ പിന്നെ രാമഭദ്രന്റെ ഉടമസ്ഥതയില്ല. അയാളെങ്ങനെ ആള്? അത് ഇങ്ങോട്ട് മാറി നിൽക്കടി, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. നിന്റെ പേരെന്താടി? അല അല അലയാ? അലമേലു. അലമേലുവിന്റെ വീടെവിടെയാ? ദിണ്ടുക്കൽ. എല്ലാത്തിനും ഒറ്റ വാക്കിലാണ് ഉത്തരം. എല്ലാം തെളിയിച്ചു പറയണം, മനസ്സിലായോ? ശാലുമോളെ മിനുമോളെ നീയല്ലേ കൊണ്ടുപോയത്? சாமி சொல்லுங்க சாமி, பயந்தா எனக்கு பேச்சும் வராது மூச்சும் வராது, அந்த மாதிரி ஜம்மம். சொல்லுங்க சாமி. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? அந்த രാമഭദ്രൻ. അയാളെ സംശയിക്കാൻ കാരണം? ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇവിടെ വന്ന് ഒളിപ്പിക്കണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാറുണ്ട്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് ആയി എടുക്കണം. യെസ് സർ. രണ്ടുപേരും ഇപ്പൊ തന്നെ സ്റ്റേഷനിലോട്ട് വരട്ടെ. പിന്നെ സ്വാമി, ഇവിടുത്തെ കാര്യങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ എനിക്ക് വേണം. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. പറയേ. അപ്പോ കുട്ടികൾ കാണാത്തതിനെ കുറിച്ച് രാമഭദ്ര കൈമൾക്കൊന്നും അറിയില്ല അല്ലേ? അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് സാറിങ്ങനെ ചോദിക്കുമ്പോ. അതടോ ചോദിക്കും, ഞങ്ങളെ രീതി അത്. ഞാൻ ഇറങ്ങുന്നു. ആ, ചിലപ്പോ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. കൈമുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ്, സാറ് വിളിച്ച ആ നിമിഷം ഞാൻ എത്തി. ഹലോ പ്രസിഡന്റേ, ആ എസ് ഐ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ? പറഞ്ഞിട്ടാണോ ഇങ്ങനെ? സോറി, സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി. ചിലർക്ക് ഇതില്ലെങ്കിൽ ശരിയാവത്തില്ല. ഡിസ്റ്റർബായോ? എന്താടോ, തൊണ്ട വരലുന്നുണ്ടോ? കൈമളാദ്യം വെള്ളം കുടിക്കണോ? ശരി എന്നാ. ആരാ ഫോണിൽ? പ്രസിഡന്റ് അല്ല. പ്രസിഡന്റ് അല്ല. കാര്യങ്ങളുടെ കിടപ്പ് വെച്ച് നോക്കുമ്പോൾ
കുഴയുമെന്നാ തോന്നുന്നത്. ഇന്നെന്തേ രാമഭദ്രൻ ചേട്ടനൊന്നും കഴിക്കാത്തേ? എന്തു പറ്റി ചേട്ടാ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. പോലീസ് അന്വേഷണത്തിൽ എനിക്കെതിരെ ഒരുപാട് തെളിവുണ്ടെന്ന് അറിഞ്ഞത്. ഒരു സമാധാനമില്ല. താൻ സമാധാനമായിട്ടിരിക്കുക. അന്വേഷണം അങ്ങനെ അങ്ങ് നടക്കും. റെസ്റ്റ് ഹൗസിൽ മന്ത്രി വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. മോളുടെ പേരെന്താ? അമ്മു. അമ്മു ചന്ദ്രപ്പന്റെ മോളാണല്ലേ? അതെ. അമ്മുവിനോട് ഞാൻ ചോദിച്ചോട്ടെ, മോളുടെ കണ്ണിന്റെ ഓപ്പറേഷൻ എന്താ നടക്കാത്തത്? അച്ഛന് പണം തികയാത്തതുകൊണ്ടാ. അതെന്താ, അച്ഛന് ജോലിയൊന്നുമില്ലേ? അച്ഛൻ ചെയ്യാത്ത ജോലി ഒന്നുമില്ല അങ്കിൾ. എന്തൊക്കെയാ അച്ഛൻ ചെയ്യാ? ഓട്ടോറിക്ഷ ഓടിക്കും, ലോട്ടറി വിൽക്കും, കിട്ടുന്ന പണിയൊക്കെ ചെയ്യും. എന്നിട്ടും അച്ഛന് പണം തികഞ്ഞില്ല അല്ലേ? അതെ അങ്കിൾ. അപ്പോ പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണല്ലേ അമ്മുവിന്റെ അച്ഛൻ? എന്നാ ഞാൻ പറയുന്നു, അമ്മുവിന്റെ ഓപ്പറേഷൻ പണത്തിന് വേണ്ടി ശാലുമോളെയും മിനിമോളെയും അമ്മുവിന്റെ അച്ഛൻ വേറെ ആൾക്ക് വിറ്റു. ഇല്ല, അത് മാത്രം എന്റെ അച്ഛൻ ചെയ്യില്ല. അതെന്താ? കാശിന് വേണ്ടി എല്ലാം ചെയ്യുന്ന ആളല്ലേ അമ്മുവിന്റെ അച്ഛൻ? നല്ലപോലെ പണിയെടുത്ത് കിട്ടുന്ന കാശ് അമ്മുവിന് വേണ്ടി കരുതും. എന്നെപ്പോലെ തന്നെയാ അച്ഛന് ശാലുവും മിനിയും. എനിക്ക് தெரியாது സാർ. മാമി ധൈര്യമായിട്ട് പറഞ്ഞോ, ആരും ഒന്നും ചെയ്യില്ല. ஒரு நாள் இந்த ராமபத்ரன் வந்து எங்க குழந்தைகளை எல்லாம் பயமுடுத்தினான். അവൻതാൻ പട്ടി താനാണത് പിന്നിലല്ലേ? അയ്യോ സാർ, എനിക്കൊന്നും അറിയില്ല. ഈ മാമി പഴയ വൈരാഗ്യം വെച്ച് പറയാ. തന്നോട് മാമിക്ക് വരാകൊണ്ട് താൻ എന്താ ചെയ്തത്? അത് പറയടാ പട്ടി. വെറുതെ ഒന്ന് വരട്ടാൻ വേണ്ടി പറഞ്ഞതാ. ഓഹോ, അപ്പോ കുട്ടികളുടെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല അല്ലേ? എന്നാ സുബ്രു, സൗഖ്യമാ? ഉനക്കൊന്നുമേ தெரியாதா? എനിക്ക് എപ്പിടിത്താൻ തെരിയും? നായി ഇപ്പോ വന്നിട്ട് പോറുവൻ. അപ്പടിയാ? നിന്റെ നാടകങ്ങളെ അവസാനിപ്പിച്ചോ? എല്ലാം പറയുന്നത് നിനക്ക് നല്ലത്. പറയടാ. കടവുൾ സത്യമായി சொல்றேன், എനിക്ക് ഒന്നുമേ தெரியாது. சாமி, മക്കളെ, പപ്പാ, പപ്പാ, പപ്പാ. മക്കളെ, എവിടെയായിരുന്നു നിങ്ങൾ? അവരെന്റെ കൂടെയായിരുന്നു. ഞാൻ ഡോക്ടർ ശ്യാംദത്ത്. പത്രത്തിൽ പരസ്യം കണ്ടാണ് കുട്ടികളെ ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്ക് സംശയം തോന്നിയപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പിടിച്ച് നിർത്തിയായിരുന്നു. ഞങ്ങളൊക്കെ എത്ര വിഷമിച്ചെന്ന് അറിയോ? ഇനി നിങ്ങൾ എവിടെയും പോണ്ടാട്ടോ. ഡോക്ടർ, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? കരുണാലയത്തിലെ കണ്ണു കാണാത്ത കുട്ടിക്ക് കണ്ണ് ദാനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു ഈ രണ്ടു കുട്ടികളും കൂടി. தேவையில்லாம என்னெல்லாமோ பிரச்சனைகள் உங்களால வந்துன்னு தெரியுமோ? ഏതായാലും കുട്ടികളെ കിട്ടിയല്ലോ. ഞങ്ങളുടെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. സ്വാമി ഒരു കാര്യം ചെയ്യണം, സ്റ്റേഷൻ വരെ വന്നിട്ട് ആ പരാതി പിൻവലിച്ചത് എഴുതി തരണം. ശരി. വാടോ. എന്നാൽ ഞങ്ങളും നന്ദിയുണ്ട്. ശരി.
എല്ലാം ഓരോ ഉദവാക്കിയിട്ടേ. സ്വാമി, എൻ്റെ അച്ഛൻ ചെയ്തതാ ശരി. ഇനി മുതൽ എൻ്റെ ഈ വീട് കരുണാലയത്തിലുള്ളതാണ്. വളരെ നന്ദി. അലമേലു, ചന്ദ്രപ്പ.